ഇവിടെ ശ്രീ യുവരാജ് ഗോകുൽ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പ്രതിനിധികളും ഒക്കെ അതാതിടങ്ങളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുന്നുണ്ട്. അത് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. പക്ഷേ ചിലയിടങ്ങളിലൊക്കെ ചില പ്രശ്നം വന്നു. പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിലെ ചിലയിടങ്ങളിൽ റാന്നിയിൽ ഇന്നലെ രാവിലെ ചില പ്രശ്നമുണ്ടായി. ആറന്മുളയിൽ ദുരിതാശ്വാസ ക്യാമ്പ് സംബന്ധിച്ച് പ്രശ്നമുണ്ടായി. അതിനപ്പുറത്ത് സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല. അതാതിടങ്ങളിലെ നാട്ടുകാരോ രാഷ്ട്രീയക്കാരോ ജനപ്രതിനിധികളോ ഒക്കെ വേണമെങ്കിൽ ഇറങ്ങിക്കോണം എന്ന അവസ്ഥയുണ്ടോ? അഭിലാഷ്, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമുക്കിപ്പോ അവിടെ ഇപ്പൊ എന്ത് നടക്കുന്നു എന്നുള്ളതിനെ കുറിച്ച്, എന്ത് നടക്കുന്നില്ല എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മളിപ്പോ എങ്ങനെയാണ് ചർച്ച നടത്തുക എന്നുള്ളതിനെ കുറിച്ചിട്ട് സത്യസന്ധമായി എനിക്കറിയില്ല. ഒരുപക്ഷെ എൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള കുഴപ്പമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കറിയില്ല അതിന് ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ വിഷയത്തിനകത്ത് ചർച്ച നടത്തുന്നത്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താണ് ഇനിയിപ്പോൾ ഞാൻ മറ്റെന്തെങ്കിലും തരത്തിൽ ന്യായീകരിക്കുന്നു പോകുന്നുള്ള പോലെ എനിക്ക് പേടിയുണ്ട്. കാരണം ഒരു ദുരന്തമുഖത്തിപ്പോൾ എന്താണ് ലൈറ്റില്ല, വെളിച്ചമില്ല എന്നൊക്കെ പറയുമ്പോൾ ഇത്രയും വലിയ മഴയും പ്രശ്നമൊക്കെ നടന്നിരിക്കുന്ന സ്ഥലങ്ങളിൽ വെളിച്ചമുണ്ടാവണം എന്ന് നിർബന്ധമൊന്നുമില്ല. അവിടെ ഇപ്പോൾ സേവാഭാരതിക്കാരും DYFIക്കാരും യൂത്ത് കോൺഗ്രസ്സുകാരും എല്ലാവരും ഇറങ്ങിയിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ ഒരുമിച്ച് ഇറങ്ങുക ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത്. ഇവിടെ ഏകോപനത്തിനകത്ത് മുഖ്യമന്ത്രി ഉണ്ടാകണം എന്നുള്ള കാര്യത്തിനകത്ത് രണ്ട് അഭിപ്രായം എനിക്കില്ല. മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ എടുത്ത് എറണാകുളത്ത് പോകേണ്ട ആളായിരുന്നു എന്നോ അല്ലെങ്കിൽ മലബാറിലേക്ക് പോകേണ്ട ആളായിരുന്നു എന്നുള്ള കാര്യത്തിനകത്തും എനിക്ക് അഭിപ്രായം ഇല്ല. കാരണം ഒരു ദുരന്തം കേരളം ഫേസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ള കേരളത്തിന്റെ സിറ്റുവേഷൻ എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയാം. കണ്ണടച്ച് തുറക്കും മുമ്പാണ് ഇവിടെ പ്രളയ സമാനമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. ഒരാഴ്ച മുമ്പ് പോലും അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാവില്ല. നമ്മൾ പോലും പ്രതീക്ഷിക്കാതെയാണ് ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ തിരുവനന്തപുരത്തിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇത്രയും വലിയ പ്രശ്നം നടക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു 50% പോലും നമുക്ക് അനുഭവപ്പെടുന്നില്ല. അപ്പൊ കേരളത്തിന്റെ സാഹചര്യം അത്രയും വോളറ്റൈലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി ആ ഒരു സാഹചര്യത്തിനകത്ത് അതിന് നേതൃത്വം കൊടുക്കുക എന്ന് പറയുന്നത് ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വവും ഔദ്യോഗികമായിട്ടുള്ള ഉത്തരവാദിത്വവും അദ്ദേഹത്തിനുണ്ട്. അപ്പൊ അദ്ദേഹം ഇവിടെ എന്താണ് ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യാൻ പോവുക പോലെയുള്ള കാര്യങ്ങളായിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നത്. പകരം അദ്ദേഹം ആ ഏകോപനത്തിനകത്ത് ദുരന്ത നിവാരണ സേനയുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം കാര്യങ്ങളെ മോണിറ്റർ ചെയ്യുമായിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സർക്കാരിന് തന്നെയായിരുന്നു അതിന്റെ ഗുണമുണ്ടാകേണ്ടിരുന്നത്. പകരം അദ്ദേഹം തന്നെയാണ് പോയിട്ട് ഇത്തരത്തിലുള്ള സ്വയം കൃതാനർത്ഥം എന്ന് പറയുന്ന ഒരു കുഴി കുഴിച്ച് അതിനകത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ടുന്ന മറ്റൊരു വിഷയം ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ ഒരു ദശകമായിട്ട് കേരളം ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ എന്താണ് അതിനെ ശാശ്വതമായിട്ട് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഒരു ദുരന്തത്തിന്റെ മുഖത്ത് അത്തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകളിലേക്ക് പോകേണ്ട എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. നമുക്കറിയാം കേരളത്തിൽ മഴ വർദ്ധിച്ചിട്ടൊന്നുമില്ല. കേരളത്തിൽ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായിട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മഴ ഏതാണ്ട് സമാനം തന്നെയാണ്. സമാനമാണ്, പക്ഷെ അതിന്റെ പാറ്റേണിൽ മാത്രവുമല്ല വ്യത്യാസമുള്ളത്. കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ പറയുന്നത് മാത്രമല്ല, അതായത് ഒരാഴ്ച കൊണ്ട് പെയ്യേണ്ട മഴ ഒറ്റ ദിവസം കൊണ്ട് പെയ്യാണ്. എന്ത് സംഭവിക്കും? 31-ാം തീയതി രാത്രി അങ്ങനെയാണ് സംഭവിച്ചത്. 31-ാം തീയതി വൈകുന്നേരം 8 മണിക്കോ 9 മണിക്കോ ഒന്നും ആരും പ്രതീക്ഷിച്ചില്ല. അതിനുശേഷമുള്ള മണിക്കൂറിൽ അതിതീവ്ര മഴ. ആ സമയത്ത് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. ആ പാറ്റേൺ മാറുന്നുണ്ട്. അല്ല, അത് ആ പാറ്റേൺ, അതാണ് ഞാൻ പറയുന്നത്. പാറ്റേൺ 2026-ലല്ലോ മാറുന്നത്. നമ്മൾ 2017-18 മുതൽ നമ്മൾ ഈ പാറ്റേൺ മാറുന്നതിന്റെ ദൂഷ്യഫലങ്ങൾ നമ്മൾ കാണുകയും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അതിനെ പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. നമുക്ക് കേരളത്തിനകത്ത് ഉണ്ടായിരുന്നിട്ടുള്ള ഇപ്പോൾ നമ്മുടെ നെൽവയലുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഒരു കാലഘട്ടത്തിൽ അത് ഈ പറയുന്ന ജലസംഭരണികളായിട്ട് കൂടി പ്രവർത്തിച്ചിരുന്ന ഒന്നാണ്. 8.76 ലക്ഷം ഹെക്ടർ വയലുണ്ടായിരുന്ന കേരളത്തിനകത്ത് ഇന്ന് അത് 2 ലക്ഷം ഹെക്ടറിലേക്ക് മാത്രമായിട്ട് അത് ചുരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലൊരു മഴ വരുന്ന സമയത്ത് ഇത് എവിടെ ഹോൾഡ് ചെയ്യും എന്നുള്ള അത് നമുക്ക് ഒരു തരത്തിലുള്ള പിടിയും കിട്ടുന്നില്ല. ഇതിന് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ റൂം ഫോർ റിവർ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയൻ നെതർലൻഡ്സിലേക്ക് പോയി. അത് ഇവിടെ നടപ്പിലാക്കിയോ? എന്നാൽ അതിന് വേണ്ടിയിട്ട് ചെലവഴിച്ച ഫണ്ട് എന്ത് ചെയ്തു? അതിനെ ശാശ്വതമായിട്ട് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അപ്പം ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ നിന്ന് രണ്ടു പേർക്കും ഒളിച്ചോടാൻ സാധിക്കില്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ എടുത്തുകൊണ്ട് ഒളിച്ചോടിയതുപോലെ തന്നെയാണ് മുൻ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവരിതിന് പരിഹാരം കാണാൻ വേണ്ടി 10 വർഷം കൊണ്ട് എന്ത് ചെയ്തു എന്നുള്ളത് ഒരു ചോദ്യമാണ്. ശരി.